വചനം 96 വാക്കർത്ഥം. ഇദ്ഫ, നീ തടുക്കുക, തടയുക, ബില്ലത്തി, യാതൊരു കാര്യം കൊണ്ട്, ഹിയ അഹ്സനു, അത് ഏറ്റവും നല്ലതാണ്, അസ്സയ്യിഅത, തിന്മയെ, നഹ്നു, നാം, അഅലമു, നല്ലവണ്ണം അഥവാ ഏറ്റവും അറിയുന്നവനാണ്, ബിമാ യസിഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിനെപ്പറ്റി. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു അസ്സയ്യിഅ നഹ്നു അഅലമു ബിമാ യസിഫൂൻ. ഏറ്റവും നല്ല കാര്യമേതോ അതുകൊണ്ട് തിന്മയെ നീ തടുത്തുകൊള്ളുക. അവർ വർണ്ണിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു. വചനം 97 വാക്കർത്ഥം. വഖുൽ, പറയുകയും ചെയ്യുക, റബ്ബി, എൻ്റെ റബ്ബേ, അഊദു, ഞാൻ രക്ഷ തേടുന്നു, ശരണം തേടുന്നു, ബിക, നിന്നോട്, നിന്നിൽ, മിൻ ഹമസാത്തി, ദുർമന്ത്രങ്ങളിൽ നിന്ന്, ദുർബോധനങ്ങളിൽ നിന്ന്, അശ്ശയാത്വീൻ, പിശാചുക്കളുടെ. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ. ഇങ്ങനെ പറയുകയും ചെയ്യുക, എൻ്റെ റബ്ബേ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വചനം 98 വാക്കർത്ഥം. വഅഊദു, ഞാൻ രക്ഷ തേടുകയും ചെയ്യുന്നു, ബിക, നിന്നോട്, റബ്ബി, എൻ്റെ റബ്ബേ, അയ്യഹ്ലുറൂൻ, അവർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്ന് അഥവാ ഹാജരാകുന്നതിൽ നിന്ന്. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, അവർ എൻ്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്നും റബ്ബേ, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. 96 മുതൽ 98 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. ഒന്നാമത്തെ ഉപദേശം തിന്മകളെ ഏറ്റവും നല്ല മാർഗത്തിലൂടെ തടുത്തുകൊള്ളണമെന്നാണ്. ക്ഷമ, സഹനം, മാപ്പ്, വിട്ടുവീഴ്ച, നല്ല വാക്ക്, ഇങ്ങോട്ട് തിന്മ ചെയ്തവനോട് അങ്ങോട്ട് നന്മ ചെയ്യുക മുതലായവയാണ് ഏറ്റവും നല്ല കാര്യം കൊണ്ട് ഉദ്ദേശ്യം. ഇതേ ഉപദേശം നൽകിക്കൊണ്ടുള്ള മറ്റൊരു ആയത്തിൽ അല്ലാഹു ഇപ്രകാരം പറയുന്നു: ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. സാരം: ഏറ്റവും നല്ല കാര്യം കൊണ്ട് തടുത്തുകൊള്ളുക, എന്നാൽ നീയുമായി ശത്രുതയുള്ളവൻ ഒരു ഉറ്റ ബന്ധുവെ പോലെ ആയിത്തീരുന്നതാണ്. 41 അധ്യായം വചനം 34. ഹാ, എത്ര ഫലപ്രദമായ ഔഷധമാണിത്! ഈ ആയത്തിന്റെ സാരത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഒരാൾ തന്റെ സഹോദരനെക്കുറിച്ച് അവനിൽ ഇല്ലാത്ത കുറ്റം വല്ലതും പറയുന്നതായാൽ അവൻ അവനോട് ഇങ്ങനെ പറയണം: നീ കളവു പറയുകയാണെങ്കിൽ നിനക്ക് പുറത്തു തരുവാൻ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. നീ നേര് പറയുകയാണെങ്കിൽ എനിക്ക് പുറത്തു തരുവാൻ ഞാൻ അള്ളാഹുവോട് ചോദിക്കുന്നു. ഇൻ കുൻത കാദിബൻ ഫഇന്നി അസ്അലുല്ലാഹ അൻ യഗ്ഫിറ ലക വഇൻ കുൻത സാദിഖൻ ഫഇന്നി അസ്അലുല്ലാഹ അൻ യഗ്ഫിറ ലി. രണ്ടാമത്തെ ഉപദേശം പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും അവരുടെ സമീപനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്നാകുന്നു. ആദ്യത്തേത് പുറമെ ഉപയോഗിക്കുവാനുള്ള ഔഷധമാണെങ്കിൽ ഇത് അകത്തേക്ക് ഉപയോഗിക്കുവാനുള്ളതാണെന്ന് പറയാം. പിശാചിൽ നിന്നുണ്ടാകുന്ന ദുഷ്പ്രേരണകളും അത് നിമിത്തം മറ്റുള്ളവരിൽ നിന്ന് ഉളവാകുന്ന തിന്മകളുമെല്ലാം ദുർബോധനങ്ങൾ അഥവാ ഹമസാത്ത് എന്ന് പറഞ്ഞതിൽ അടങ്ങുന്നു. പിശാചുക്കൾ അടുത്തു വരുവാൻ പോലും ഇടയാകാതെ രക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥനയിലെ 2ാം വാക്യം കുറിക്കുന്നത്. ദുർബോധനങ്ങളും ദുർമന്ത്രങ്ങളും നടത്തുന്ന മനുഷ്യ പിശാചുക്കളും ജിൻ പിശാചുക്കളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉറങ്ങുവാൻ പോകുമ്പോൾ താഴെ കാണുന്ന ദുആ ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചിരുന്നുവെന്നും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചിരുന്നുവെന്നും ഇമാം അഹ്മദ് റഹ്മഹുല്ലാ മുതലായ പലരും റിവായത്ത് ചെയ്യുന്നു. ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ഗളബിഹി വഇഖാബിഹി വശരി ഇബാദിഹി വമിൻ ഹമസാത്തിശ് ശയാത്തീനി വഅൻ യഹ്ളുറൂൻ. റവാഹു അഹ്മദ് വ അബൂ ദാവൂദ്. സാരം: അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ പരിപൂർണവാക്യങ്ങൾ മുഖേന, അവന്റെ കോപത്തിൽ നിന്നും അവന്റെ ശിക്ഷാ നടപടിയിൽ നിന്നും
അവന്റെ അടിയാന്മാരിൽ നിന്നുണ്ടാകുന്ന ദോഷത്തിൽ നിന്നും പിശാചുക്കളുടെ ദുർമന്ത്രങ്ങളിൽ നിന്നും അവർ എന്റെ അടുക്കൽ സന്നിഹിതരാകുന്നതിൽ നിന്നുമെല്ലാം ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവരും അവിശ്വാസികളും മരണത്തിനു മുമ്പായി അവരുടെ നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുന്ന പക്ഷം മരണവേളയിൽ അവരുടെ അന്ത്യാവസ്ഥ എങ്ങനെയിരിക്കുമെന്ന് അടുത്ത ആയത്തിൽ പ്രസ്താവിക്കുന്നു.